കൊറോണ കാലത്ത് സമൂഹത്തിന് ആശാ വർക്കർമാരെ ആവശ്യമുണ്ടായിരുന്നു. പ്രതിഫലം നോക്കാതെ അവർ രാവും പകലും നമുക്ക് വേണ്ടി ജോലി ചെയ്തു. പക്ഷേ ശമ്പളം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസമായിട്ട് അവർ സമരം ചെയ്യുകയാണ്. വെറും 7000 രൂപയാണ് ഒരു സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സർക്കാർ കൊടുക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഭരണകക്ഷികളും പ്രതിപക്ഷവും എന്തുകൊണ്ടെന്നറിയില്ല ഈ സമരത്തിന് വേണ്ട പിന്തുണയോ അവരുടെ ആവശ്യങ്ങളെ സഹതാപപൂർവ്വം കാണുകയും ചെയ്യുന്നില്ല. സാംസ്കാരിക നായകന്മാരോ സിനിമാ പ്രവർത്തകരോ യൂട്യൂബ് ചാനൽക്കാരോ ജാതി മത സംഘടനകളോ സമൂഹത്തിലെ ഒരു മേഖലയിലുള്ള ഒരാൾ പോലും ഇവരോട് നന്ദി കാണിക്കുന്ന ഒരു വാക്ക് പോലും പറയുന്നില്ല. ഇതുപോലുള്ള സാധാരണക്കാരുടെ സേവനങ്ങളെ വാഴ്ത്തിപ്പാടുക, അവരെ ആദരിക്കുക, ഇതൊക്കെയാണ് സമൂഹവും ഭരണകർത്താക്കളും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിച്ചവരെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ സഹായിക്കുക സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തുച്ഛമായ കൂലി കൊടുത്തുകൊണ്ട് അവരെ ചൂഷണം ചെയ്യുന്നത് ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭരണത്തിൽ ഇരിക്കുമ്പോഴും അവരുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഇരിക്കാതിരിക്കുകയല്ലേ നല്ലത്? പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര പിന്തുണ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ് നല്ലത്. സമൂഹത്തിന് ഒരു കാലത്ത് ആശാ വർക്കർമാരെ ആവശ്യമുണ്ടായിരുന്നു, ഇപ്പോഴും ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ സമൂഹത്തിന്റെ പിന്തുണ ആശാ വർക്കർമാർക്ക് ആവശ്യമുണ്ട്. നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദി കേട് കാണിക്കരുത്.